സാറാണ് 2026 NDA ഫസ്റ്റ് NDA 1 എൻട്രൻസ് എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. December 30, 2025. നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് 10-ാം തീയതി ആയിരുന്നു. ഈ മാസം മീൻസ് ഡിസംബർ മാസം 10-ാം തീയതി ആണ്. ഇപ്പോൾ നാളെ 30-ാം തീയതി കംപ്ലീറ്റ് ആവും. പിന്നെ എക്സാം ഡേറ്റ് വരുന്നത് April 12 ആണ്. എന്ന് പറയുന്നത് നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് വലിയ സമയമൊന്നുമില്ല. പഠിക്കേണ്ടവർക്ക് ഇപ്പോഴേ പഠിക്കണം. നല്ല കഷ്ടപ്പാടാണ്, അല്ലാതെ ഇതൊന്നും ഈസി ആയിട്ട് കിട്ടുന്നതല്ല. അവർക്ക് നിങ്ങൾക്ക് കൂടുതൽ സമയം തന്നു എന്നുള്ള പരിപാടിയില്ല. വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുക, അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പരിപാടികൾ. അതുകൊണ്ട് ആ രീതിയിൽ കൂടെ മൈൻഡ് സെറ്റ് ആക്കിക്കൊണ്ട് തുടങ്ങിയാൽ ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. ഇവിടെ ഏജ് പറഞ്ഞേക്കുന്നത് July 2, 2007 July 1, 2010 ഇടയിൽ ജനിച്ചവരും, അതുപോലെ 19.5 വയസ്സ് എക്സാം ഡേറ്റ് ആകുമ്പോൾ 19.5 വയസ്സ് കംപ്ലീറ്റ് ആവില്ല, അതിന് തൊട്ട് മുമ്പ് നിൽക്കുകയും വേണം. ഇങ്ങനെയാണ്. അപ്പൊ ഈ ഏജിനിടയ്ക്ക് ഉള്ളവർക്ക് എല്ലാവർക്കും നാളെ ആപ്ലിക്കേഷൻ കൊടുക്കാം. എല്ലാം ഞാൻ നേരത്തെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. UPSC കയറി, UPSCയുടെ സൈറ്റിൽ കയറി നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷയ കയറി ചെന്നിട്ട് പറഞ്ഞാൽ മതി, അവരാകുമ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എളുപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാം. വലിയ കാര്യങ്ങളൊന്നും ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നാളെയും കൂടെ ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ എക്സാം 2 എക്സാംസ് ആണുള്ളത്. ഒന്നാമത്തെ മാത്സ് മാത്രമാണ്, അത് രണ്ടാമത്തെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ്, GAT. മാത്സ് മാത്രം എന്ന് പറയുമ്പോൾ മാത്സ് മാത്രം, അതിനകത്ത് ഒന്നുമേ ചേരുന്നില്ല. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബയോ എല്ലാം ഉണ്ട്. അപ്പൊ മാത്സിനെ നിങ്ങൾക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇവനെ നമുക്ക് നേടിയെടുക്കാനുള്ള ചാൻസ് കൂടും. മറ്റുള്ള ഫിസിക്സും കെമിസ്ട്രിയൊക്കെ മാർഗമുണ്ട്, പക്ഷെ ഇതിനോളം ഇല്ലെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പൊ മാത്സിനെ +1 ഉം +2 ഒരേ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അല്ല +2 പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് +2 മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. +1 +2 ഒരേ ലെവൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതിനകത്ത് ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ട്രിഗണോമെട്രി നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് പറയാം, നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നതൊക്കെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണേ. അപ്പൊ ഇമ്പോർട്ടന്റ് എന്നുള്ളത് അവർ നോക്കുന്നത് അല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല നോക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളെ മീൻസ് നമുക്ക് ഹയർ കോഴ്സുകൾ പഠിക്കാൻ കഴിവാവുണ്ടായോ. അപ്പോൾ ആ രീതിയിൽ കൂടെ ആണ് അത് ചിട്ടപ്പെടുത്തിയേക്കുന്നത്. പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ കാൽക്കുലസും മീൻസ് ഡിഫറൻസിയേഷൻ, ലിമിറ്റ്സ്, ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പിന്നെ ഉണ്ട് കേട്ടോ. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വെക്ടേഴ്സ്, 3D എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പഠിക്കാൻ ഒരുവിധം നിങ്ങൾ മനസ്സ് വെച്ചാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഒരു ജോലിക്ക് വേണ്ടി കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിനു മുമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഒരു ചാൻസ് അല്ലേ, നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. നമ്മൾ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട മാക്സിമം നിങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് എന്നുള്ള ക്ലാസ് ആണ്. അപ്പം അതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിക്കുള്ള നോട്ട്സും നമ്മൾ അതിൻ്റെ കൂടൊപ്പം തന്നെ തരുന്നുണ്ട്. പിന്നെ ഒരു ഇക്വേഷൻ ബുക്കിലേക്ക് നിങ്ങൾ പോസ്റ്റർ അയക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസുകൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തും തരുന്നുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ പഠിപ്പിച്ചെടുക്കാനും പറ്റും. ഓക്കെ, അപ്പം എന്തായാലും ആപ്ലിക്കേഷൻ ആരെങ്കിലും അയക്കാനുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നാളെ തന്നെ, ഇനി വേറെ ദിവസമൊന്നുമില്ല, അയക്കുക. അതേപോലെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും നമ്മുടെ ഈ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. എല്ലാവർക്കും വേണ്ട ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തരുന്നുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോസുകളും ഒത്തിരി ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.